ചിലർ ജനിക്കുന്നത് എല്ലാ സൗകര്യത്തോടും കൂടിയായിരിക്കും. സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കുന്നവരുണ്ട്. എന്നാൽ ചിലർ കുപ്പത്തൊട്ടിയിൽ ജനിക്കാറുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ. എന്താ ഇതിന് കാരണം എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിന് ഈ പന്തിപക്ഷമുണ്ടോ? പക്ഷാഭേദമുണ്ടോ? എന്തായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം എന്താ അതിൻ്റെ കാരണമെന്ന്. അതുപോലെ തന്നെ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു യജ്ഞമുണ്ട്. അതിനെ വിളിക്കുന്ന പേര് പഞ്ചയജ്ഞ കർമ്മം എന്നാണ്. ഏതൊരു മനുഷ്യനും ആചരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്, അത് ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. പൗരാണിക ഗ്രന്ഥങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് പഞ്ചയജ്ഞ കർമ്മത്തെക്കുറിച്ചാണ്. എന്താണ് പഞ്ചയജ്ഞ കർമ്മം എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ എന്താണ് ഇങ്ങനെ ജനിച്ചത്, അല്ലെങ്കിൽ ഒരു സുഖ സൗകര്യവും ഇല്ലാതെ ജനിക്കാനുള്ള കാരണം എന്താണ്, അത് പറഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. ചിലർ കൈകാലുകളില്ലാതെ ജനിക്കാറുണ്ട്, അതുപോലെ തന്നെ കാഴ്ചയില്ലാതെ ജനിക്കാറുണ്ട്. ഒരുപാട് അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സങ്കടമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ അങ്ങനെ ജനിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദൈവം എന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ ചെയ്യാനുള്ള പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നമ്മൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ചിലർ വളരെ മോശം രീതിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടൊക്കെയാണ് നമ്മൾ ദൈവത്തിനെ ശരിക്കും പറഞ്ഞാൽ പഴിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് വരെ നമ്മൾ ആലോചിക്കുന്നത്. ഇവിടെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കർമ്മം എന്ന് പറയുന്നത്. നന്മ മാത്രം ചെയ്തെങ്കിലേ എന്താവൂ നല്ല ജന്മം കിട്ടത്തുള്ളൂ എന്ന് പണ്ടുള്ളവരാരോ പറഞ്ഞു വെച്ചു. അത് എന്ത് നന്മയാണെന്നൊന്നും പറഞ്ഞില്ല അല്ലേ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഈ നന്മ എന്ന് പറയുന്ന സംഭവമുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നേ ഉള്ളൂ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇതെന്താ സംഭവം എന്നുള്ളത്. ഈ ഗ്രന്ഥങ്ങളിൽ എന്താ പറയുന്നത്, പൗരാണിക ഗ്രന്ഥങ്ങളിൽ എന്താ പറയുന്നത്, നമുക്കൊന്ന് നോക്കാം. നോക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഒന്ന് നോക്കാം. ആ പഞ്ചയജ്ഞ കർമ്മത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു, കർമ്മം എന്ന് പറഞ്ഞു. 2 തരത്തിലുള്ള കർമ്മമുണ്ട് കേട്ടോ. അതായത് ആർജിത കർമ്മഫലമുണ്ട്, സഞ്ചിത കർമ്മഫലമുണ്ട്. അതായത് നമ്മൾ ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനൊരു ഫലം ഉണ്ടാവുമല്ലോ. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളൊരു ശരീരം കിട്ടുമല്ലോ, അത് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലേ. അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിലാണെങ്കിലും എന്തായാലും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് ആ പരീക്ഷയ്ക്കകത്ത് കാണുമല്ലോ. അപ്പോൾ എന്ത് ചെയ്താലും സ്ഥിരമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവും. അതുപോലെ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊരു പരിണിത ഫലം ഉണ്ടാവും. ഒരു ഓപ്പോസിറ്റായിട്ട്, ചിലപ്പോൾ ഒരു ഓപ്പോസിറ്റായിട്ടുള്ള ഫലം ഉണ്ടാവും. നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് വരും അല്ലേ. ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. മോശം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നമുക്ക് തന്നെ കിട്ടും എന്നുള്ളത് അറിയാം. നമ്മൾ കർമ്മ എന്നൊക്കെ വിളിക്കും, ലൈക്ക് എ ബൂമറാങ് അങ്ങനെയൊക്കെ പറയണം. പക്ഷെ ഇത് വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. കർമ്മങ്ങൾ 2 തരത്തിലാണുള്ളത്. കർമ്മഫലം, സഞ്ചിത കർമ്മഫലവും ആർജിത കർമ്മഫലവും. ആർജിത കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജന്മത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്ന ഫലങ്ങളെയാണ് ആർജിത കർമ്മഫലം എന്ന് പറയുന്നത്. എന്നാൽ സഞ്ചിത കർമ്മഫലങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്തതിൻ്റെ ഫലം അനുഭവിക്കാതെ ഇഹലോകം വിട്ടു പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജന്മം എടുക്കുന്നു എന്നതിനെയാണ് സഞ്ചിത കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പോൾ മുൻജന്മത്തിൽ ചെയ്ത പാപങ്ങൾ, തെറ്റുകൾ എന്നൊക്കെ പറയും. ജീവിതം ഒന്നേ ഉള്ളൂ, മനുഷ്യന് ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ. അല്ലാതെ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ വേറൊരു ജീവിതം അങ്ങനൊന്നുമില്ല. അതൊക്കെ അതിന് തെളിവുമില്ല. അപ്പോൾ ചോദിക്കും, ഞാൻ ഈ പറയുന്നതിന് തെളിവുണ്ടോ? അതിൻ്റെ തെളിവും കൂടെ ഞാൻ പറയാം. ഗൂഗിളൊക്കെ ഉള്ളവരല്ലേ, സെർച്ച് ചെയ്ത് നോക്കുക. സർ ബ്രയാൻ ലൂയിസ് വൈസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റി സൈക്കാട്രി വിഭാഗം പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള വിഷയം. എന്നിട്ടാണ് ഈ പുസ്തകം ഉണ്ടാക്കിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേരെന്ന് പറയുന്നത് മെനി ലൈവ്സ് ആൻഡ് മെനി മാസ്റ്റേഴ്സ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. കാതറീൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ, 22 വയസ്സ് പ്രായമുള്ള പെൺകുട്ടീനെ ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കി. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. യെസ്. അപ്പോൾ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞാൽ ലോകത്താദ്യമായിട്ട്
ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ എപ്പോഴാണോ ബ്രെയിൻ 4-ാം മാസം മുതൽ ബ്രെയിൻ ഉണ്ടായി തുടങ്ങുന്ന അവിടെ വരെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അന്ന് വരെയുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ സാധിക്കും. അതിനും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെയാണ് റീപ്രോഗ്രസീവ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അത് നടത്തിയ വ്യക്തിയാണ് ബ്രയൻ ലൂയിസ് വൈസ് എന്ന് പറയുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നു 82 ജന്മങ്ങൾ ഈ പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന്. അതായത് ഭാരതത്തിലും ചൈനയിലും വിവിധ രാജ്യങ്ങളിൽ ഈ ഹിപ്നോട്ടിസം നടക്കുന്ന സമയത്ത് പല ഭാഷകൾ മാറി സംസാരിച്ചു എന്നാണ് പറയുന്നത്, ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം തെളിയിച്ചു പുനർജന്മം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പുരാണത്തിൽ പറയുന്നു എന്താണ്, കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വീണ്ടും ജനിച്ചേ മതിയാകൂ. പട്ടിയും പൂച്ചയൊന്നുമായിട്ട് ആരും ജനിക്കത്തില്ല. നായയും നരനും എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പട്ടിയും പൂച്ചയൊന്നുമായിട്ട് ജനിക്കത്തില്ല. മനുഷ്യനായി തന്നെ ആണ് ജനനം, വീണ്ടും വീണ്ടും. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്നത് അറിയാമല്ലോ, നശ്വരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നശ്വരമാണ് എന്നല്ല, അനശ്വരമാണ്, നശിക്കാത്തതാണ്. നശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, അനശ്വരം എന്ന് പറഞ്ഞാൽ നശിക്കാത്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ആത്മാവ് വീണ്ടും പുതിയ ശരീരം അന്വേഷിക്കുന്നു, പുതിയ ശരീരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറേ കൂടെ ഞാൻ കയറി പോകേണ്ടി വരും, ലെങ്ത് കൂടും. അതുകൊണ്ട് പെട്ടെന്ന് പഞ്ചകർമ്മത്തിലേക്ക് നമുക്ക് പോകണം. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, പുനർജന്മം എന്ന് പറയുന്ന ഒരു സംഭവം തീർച്ചയായും ഉണ്ട്. നിങ്ങൾ പല സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നാറില്ലേ, ഞാനിവിടെ എപ്പോഴോ വന്നിട്ടുണ്ട് അല്ലേ. ഡെക്കാൻ ക്രോണിക്കിൾ എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത്, പത്രത്തിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്സ് ഉണ്ട്. ഒരു കുട്ടി വിനോദയാത്രയ്ക്ക് പോകുമ്പോൾ ആ സ്ഥലങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. ആ കുട്ടി ആ സ്ഥലങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അന്ന് ആ കുട്ടി ഈ പറയുന്ന ഹിപ്നോട്ടിസത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ആന്ധ്രയിലാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ കണ്ടോ, കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ കർമ്മത്തെ, നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മത്തെ കർമ്മം കൊണ്ട് തന്നെ എടുക്കുക, എങ്ങനെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിനാണ് സപ്തർഷിമാർ നിർദ്ദേശിച്ചിട്ടുള്ള പഞ്ചയജ്ഞകർമ്മം. ആ പഞ്ചയജ്ഞകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒന്ന്, അതായത് ആരാധനാ സമ്പ്രദായം. അതുപോലെ തന്നെ ഈ കർമ്മം ചെയ്യുവാൻ മനുഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. വിവേകവും വിചാരവും അതുപോലെ തന്നെ വീക്ഷണ ബുദ്ധിയും വിശേഷ ബുദ്ധിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് മനുഷ്യനേ ഉള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണ്? പഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നാണ് അർത്ഥം. അപ്പോൾ 5 കർമ്മങ്ങൾ. ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് 5 യജ്ഞങ്ങളിൽ ഒന്നാമത്തെ യജ്ഞം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് ദേവയജ്ഞമാണ്. ദേവയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്താഹം, നവാഹം, അതുപോലെ നാമജപയജ്ഞം, ഗണപതി ഹോമം, കറുകഹോമം, മൃത്യുഞ്ജയ ഹോമം, ഇതിലൊക്കെ പങ്കെടുക്കുക, ഇത് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദേവയജ്ഞം എന്ന് പറയുന്നത്. രാജാക്കന്മാർക്ക് പണ്ടുകാലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസൂയം, അശ്വമേധം, പുത്രകാമേഷ്ടി യോഗം, ഇതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോമയാഗം, അങ്ങനെ ഒത്തിരി യാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഭയങ്കര ചെലവേറിയതാണ്. നമ്മൾ സാധാരണ മനുഷ്യനെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. ഇതൊക്കെ വർഷം തോറും നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടാണ് നാമജപയജ്ഞം പറഞ്ഞിരിക്കുന്നത്. അതായത് നാമം ജപിക്കുക. നാമം ജപിച്ചുകൊണ്ട്, കലിയുഗത്തിൽ അതാണല്ലോ വേണ്ടത്, ജപിച്ചുകൊണ്ട് നമ്മുടെ കർമ്മത്തിനെ മാറ്റാൻ, അല്ലെങ്കിൽ കർമ്മദോഷങ്ങളെ മാറ്റാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അറിയാലോ, രത്നാകരൻ്റെ കഥയറിയാം. രത്നാകരൻ, കാട്ടാളനായ രത്നാകരൻ വാൽമീകിയായത് നാമജപത്തിലൂടെയാണ്. അജാമിള മോക്ഷം, അജാമിളൻ്റെ കഥ അറിയാലോ, അതും നാമജപത്തിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പം നാമജപമാണ് ഒന്നാമത്തത്, അതാണ് ദേവയജ്ഞം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പിതൃയജ്ഞം. പിതൃയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവർക്ക് വർഷത്തിലൊരിക്കൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു. നമ്മൾക്കത് വർഷത്തിലൊരിക്കലാണെങ്കിൽ അവർക്കത് ദിവസവുമാണ്. നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം, ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഹാരം കൊടുക്കുന്നു. ജീവിച്ചിരുന്നപ്പോൾ കൊടുത്തില്ല, പിന്നാണോ മരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്? അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ചെയ്യുന്നവർക്കറിയാം. ആലുവ മണപ്പുറത്ത് കറുത്ത ഭവനിൽ ചെല്ലുന്നവർക്കറിയാം അവിടുത്തെ ജനപ്രളയം എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ അങ്ങ് മേലെ അറ്റത്തിരിക്കുന്നവ മുതൽ അങ്ങ് താഴെ അറ്റത്ത് കിടക്കുന്നവ വരെ ഉണ്ട് അവിടെ. അപ്പോൾ പിതൃക്കളുടെ ശാപം എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. എല്ലാവരും എത്തുമെന്നാണ് പറയുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഒന്നുണ്ടെങ്കിൽ അന്ന് ഭാവിൻ്റെ അന്ന് ഈ പറയുന്ന എല്ലാ പിതൃക്കളും എത്തും. നമ്മുടെ അച്ഛനും അമ്മയും വരും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എല്ലാവരുടെയും മക്കൾ വന്നു, എൻ്റെ മക്കൾ വന്നില്ലല്ലോ, കണ്ണീരൂടെ തിരിച്ചു പോകേണ്ട ആ ഒരു അവസ്ഥ. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അന്ന് പോയിടും. ഇനി പോയിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ്. രണ്ടാമത്തത് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം, കഴിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും കുറച്ച് ചോറെടുത്ത് കഴിക്കുന്നതിന് മുമ്പ് കാക്കയ്ക്ക് കൊടുക്കുക. കാരണം യമൻ കൽപ്പിച്ചിരിക്കുന്നത് പിതൃക്കൾക്ക് തുല്യമാണ് എന്നാണ്. പിതൃക്കളുടെ സ്ഥാനം കാക്കയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ്. അതായത് നിങ്ങളുടെ മരിച്ചുപോയ ആരും കാക്കയായിട്ട് വരുന്നു എന്നല്ല പറയുന്നത്, പിതൃക്കളുടെ സ്ഥാനം അതിന് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അതിന് ആഹാരം കൊടുക്കാം. കാക്കയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. വെജിറ്റേറിയന് കൊടുക്കാവും, നോൺ വെജിറ്റേറിയൻ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഭോജനകാലെ കാകബലീനാം എന്നാണ് പറയുന്നത്. അപ്പോൾ കാക്കയ്ക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തത് പറഞ്ഞു. ഇനി അടുത്തത് മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്ന് പറയുന്നത് നൃയയജ്ഞം എന്നാണ് പറയുന്നത്. നൃയയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യയജ്ഞം എന്ന് തന്നെയാണ്. നൃയയജ്ഞത്തിൽ, മനുഷ്യയജ്ഞത്തിൽ പറയുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അന്നദാനം നടത്തുക എന്നുള്ളതാണ്. വിശക്കുന്ന ആരാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യുക? ഭക്ഷണമോ ജലമോ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ യജ്ഞത്തിൽ പറയപ്പെടുന്നത്, അല്ലേ? അന്നദാനം വർഷത്തിലൊരിക്കലെങ്കിലും കൊടുക്കുക. കാരണം അതിനുള്ള സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രം. സമ്പത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അത് ചെയ്യുന്നതാണ് ഈ പറയുന്ന നൃയയജ്ഞം എന്ന് പറയുന്നത്. അടുത്തത് നാലാമത്തത് ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. നാലാമത്തത് എന്ന് പറയുന്നത് ബ്രഹ്മയജ്ഞമാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പുരാണ ഗ്രന്ഥങ്ങൾ, പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ച് അറിവ് നേടുക. മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മറ്റൊരു ഘടകമാണ്. വായിച്ചുകൊണ്ട് അറിവ് ശേഖരിക്കുക, അറിവ് നേടിക്കൊണ്ട് ആത്മജ്ഞാനം കൈവരിക്കുക എന്നുള്ളതാണ്. ആത്മതത്വം, അതിനുശേഷം ആത്മജ്ഞാനം നേടിയെടുത്ത് ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തി ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന അതിനെ ധ്യാനയോഗം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യജന്മം പൂർണ്ണമാവുന്നത്. അപ്പോൾ നമുക്കൊരു ആത്മജ്ഞാനം ഉണ്ടാവും, ഒരു തത്വബോധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അല്ലാതെ നമ്പൂതിരിമാരുണ്ടല്ലോ, പൂണൂലിടുന്ന നമ്പൂതിരി അല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ബ്രഹ്മജ്ഞാനം പറയുന്നത് ശൂദ്രനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, അവന് ബ്രഹ്മജ്ഞാനം ഉണ്ടോ അല്ലെങ്കിൽ വേദത്തിൽ ആധികാരികമായിട്ടുള്ള അറിവുണ്ടോ എന്നുണ്ടെങ്കിൽ അവൻ എന്താണ്? ബ്രാഹ്മണനാണ്. അല്ലാതെ വെളുത്തിരുന്നിട്ടോ ഈ പറയുന്ന മാലയും സംഭവങ്ങളൊക്കെ ഇട്ട് ഈ പൂണൂലൊക്കെ ഇട്ട് കഴിഞ്ഞാലൊന്നും ബ്രാഹ്മണനാവില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പം ജ്ഞാനവും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് മനസ്സിലായി. ഇനി ഏറ്റവും അവസാനത്തത്, അഞ്ചാമത്തത് ഭയങ്കര, നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്. നാക്കില്ലാത്തവർക്ക്, ചോദിച്ച് വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക. അതിനകത്ത് ഉൾപ്പെടുന്നത് പക്ഷി മൃഗാദികളാണ്. പക്ഷി മൃഗാദികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. ചെടികൾക്ക് ജലവും ലവണം, വെള്ളം പകരുക, അല്ലെങ്കിൽ വെള്ളവും വളവും കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ 5 യജ്ഞങ്ങളും എന്താ പറയുന്നത്? 5 നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. ഈ യജ്ഞം അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ പുനർജന്മം എന്ന് പറയുന്നത് ദേവതുല്യനായിരിക്കും എന്നുകൂടി പറയുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ ശാസ്ത്രം പറയുന്നുണ്ടെന്ന്, ഇല്ല ആയിക്കോട്ടെ, പക്ഷെ ഇതൊരു നന്മ തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ 5 യജ്ഞങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യജന്മം പൂർണ്ണമാകുന്നത്. അവനും വരും തലമുറയും, അവനല്ലെങ്കിൽ അവൻ്റെ വരും തലമുറയും എന്താണ്? രാജകീയ സുഖങ്ങളോടുകൂടി ഇവിടെ ജീവിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പഞ്ചയജ്ഞങ്ങളെ കുറിച്ച്. അതുപോലെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് സാധാരണ നമ്മുടെ ചോരത്തിളപ്പുള്ള സമയത്ത്, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം, ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ പറയുന്ന ക്ഷേത്രത്തിൽ പോയാൽ അതിന് വലിയ വിശ്വാസങ്ങളൊന്നും കാണത്തില്ല. ദൈവം എന്ന് പറഞ്ഞാൽ പോലും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നമുക്കൊരു സമയം കഴിയുമ്പോൾ, ഒരു 10, 45, 50 വയസ്സൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ ലൈഫിൽ ഭയം അങ്ങോട്ട് ഉണ്ടായി തുടങ്ങും, അല്ലേ? ചില കാര്യങ്ങളിലൊക്കെ പേടിയുണ്ടാവും. എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്ക്. ചിലരത് വെളിയിൽ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയം ഉണ്ടായി തുടങ്ങുമ്പോൾ പെട്ടെന്ന് അമ്പലത്തിലോട്ടൊക്കെ പോവുകയും അല്ലെങ്കിൽ ഇച്ചിരി നാമജപവും കാര്യങ്ങളും ഒക്കെ ചൊല്ലുന്ന, അല്ലെങ്കിൽ ധ്യാനമൊക്കെ ഇരിക്കുന്ന ചില ടീമുകളുണ്ട്. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നല്ല സമയത്ത് നമ്മളിതൊന്നും ചെയ്തില്ല, മോശം സമയം ആയപ്പോഴത്തേക്ക് നമ്മളിതൊക്കെ ചെയ്തു. അപ്പോൾ അതങ്ങനെയാണ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, യം യം വാവി സ്മരൺ ഭാവം ത്രിജത്യന്തേ കളയവരം തം തമേ വൈദിക കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. നല്ല സമയത്തൊക്കെ എന്ത് ചെയ്യും? മരണസമയത്ത് ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത്, ഭഗവാനെയാണ് ചിന്തിച്ചിരിക്കുന്നതെങ്കിൽ ആത്മാവാരൂപം പ്രാപിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഈ ഭാഗവതത്തിന് അവസാനം പറയുന്നത്. മരണസമയത്ത് ആരെ ചിന്തിച്ചിരിക്കുന്നു? ആത്മാവാരൂപം പ്രാപിക്കുക. അതാണ് യം യം വാ വിസ്മരൺ ഭാവം ത്രിജത്യന്തേ കളയപരം തം തമേ വൈദിക കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത. അപ്പം ഇത്
അറിയാം പലർക്കും. ഇതറിയാവുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോഴൊന്നും വേണ്ട, ഇച്ചിരി പൈസ ആവട്ടെ, അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കാം എന്ന് വിചാരിക്കും. അപ്പോഴല്ല, ഏതു നേരവും നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ എപ്പോഴും ഒരു ശക്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിനെ നമ്മൾ എപ്പോഴും കൈവെള്ളയിൽ കൊണ്ട് നടക്കുമല്ലോ, അല്ലെങ്കിൽ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കുമല്ലോ, അത് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് എന്ത് തന്നെയാണെങ്കിലും നമുക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കല്ലിനെയും മണ്ണിനെയും എല്ലാ പൂച്ചയും പട്ടിയും ഒക്കെ നമ്മൾ ആരാധിക്കുന്നുണ്ട് അല്ലേ? സത്യമല്ലേ? പട്ടിയെ വരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അത്രയും വലിയ വിശാലമായ ഒരു സംസ്കാരം ഉള്ള വിഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ജന്മങ്ങൾ ഇനി ഉണ്ടെങ്കിൽ നല്ല ജന്മവും തലമുറകൾ നന്നായും ഇരിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അറിയാലോ, പഞ്ചയജ്ഞ കർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും, നല്ലതാവും എന്നും എപ്പോഴും. നമസ്കാരം.